ഹായ് ഓൾ. അപ്പോൾ ഡയറ്റ് മേക്കിംഗ് സീരീസിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ എങ്ങനെ കലോറി കൗണ്ട് ചെയ്യാം, കലോറി കൗണ്ട് ചെയ്യാതെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ തടി കൂടും അല്ലെങ്കിൽ തടി കുറയും. അപ്പോൾ ഒരു നല്ല രീതിയിൽ കലോറി കൗണ്ട് ചെയ്ത് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് തിങ്, നമുക്ക് മാക്രോ ന്യൂട്രിയൻസ്, പ്രോട്ടീൻ, ഫാറ്റ്, കാർബ്സ്, ഇത്രയും സംഭവങ്ങൾ ശരീരത്തിൽ ഒരു നിശ്ചിത അളവ് ചെന്നാൽ മാത്രമാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ 1 ഗ്രാം പ്രോട്ടീൻ നേരത്തെ പറഞ്ഞ പോലെ 4 കലോറീസ്, 1 ഗ്രാം ഫാറ്റിൽ 9 കലോറീസ്, 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ 4 കലോറീസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആപ്പിൾ എടുക്കാം. ഉദാഹരണത്തിന് ഒരു ആപ്പിളിൽ 15 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എന്ന് വിചാരിക്കാം. 15 ഗ്രാം. ഓക്കെ, അപ്പോൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ എത്ര കലോറീസ് ഉണ്ട്? 4. മുന്നേ പഠിച്ച പോലെ. ഓക്കെ, 4 കലോറീസ്. അങ്ങനെയാണെങ്കിൽ 15 × 4 എന്ന് പറയുമ്പോൾ എത്ര? 60 കലോറീസ്. അപ്പോൾ ആപ്പിളിൽ മൊത്തം എത്ര കലോറീസ് കിട്ടി നമുക്ക്? 60 കലോറീസ്. അങ്ങനെയാണ് നമുക്ക് ഓരോ ഫുഡ് ഐറ്റവും നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും കൗണ്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഫുഡ് ഇൻടേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 3 ഐറ്റം കൃത്യമായിട്ട് ചെന്നാൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ട് ബോഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് വളരെ കൂടുതലും പ്രോട്ടീൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഹെൽത്തി ആയിട്ടൊരു ബോഡി നമുക്കില്ലാത്തത്. എപ്പോഴും വയറ് ചാടുന്നത്. എല്ലാവരും പറഞ്ഞു കുറച്ച് കഴിക്കുന്നു, പക്ഷേ വയറ് ചാടുന്നത്, പക്ഷേ ഫാറ്റാണ് കഴിക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ മെയിൻ്റനൻസ് സ്കെയിലർ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തീർച്ചയായും കാണാം. അവിടെ തൊട്ടാണ് കറക്റ്റ് നമ്മുടെ ഡയറ്റിൻ്റെ ഫോളോ അപ്പ് തുടങ്ങുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ.